വന്നോ? ഇന്ന് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാട്ടോ. ആ സീതമ്മ ശരി. അല്ല കാത്തോടെ പോയി? അതിപ്പോൾ കുളിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അബിയേട്ടന് ആദ്യമൊക്കെ ഇവിടെ ടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവക്കെന്തോ വാങ്ങാൻ പോവാന്നാ പറഞ്ഞേ. അവള് വന്നോ? അല്ല അവളല്ലേ നാളെ വരും എന്ന് പറഞ്ഞത്. എനിക്കറിയില്ല അവള് നാളാന്ന് പറഞ്ഞാൽ ഇന്നേ എത്തും. എന്നാൽ ഞാൻ അവളെ പോയി ഒന്ന് കണ്ടിട്ട് വരാം സീതമ്മ. ശരി മോളെ. ഹലോ, ഞാനിങ്ങോട്ട് കയറിക്കോട്ടെ? ഇതാര് ഭൂമി ചേച്ചിയോ? വാ. എന്താടി മുഖം നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. നീ ഇതുവരെ ഇതൊന്നും വിട്ടില്ലേ? ഞാനൊരു കാര്യം പറയാം. താഴേക്ക് വരുമ്പോൾ നിന്റെ മുഖമാ മറ്റേ ഇങ്ങനെ കണ്ടാ ഞാൻ. അതൊന്നുമില്ല ചേച്ചി, ഞാൻ ഓക്കെയാ. എല്ലാം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. ഞാൻ ഓക്കെ ചേച്ചി. എനിക്കറിയാൻ വളർന്നതിൻ്റെ വിഷമം. പക്ഷെ ഇനി എന്താ എന്നോട് പറയണ്ടതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. കിട്ടാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടറിയാം. മറക്കണ്ടതിനെ മറന്നേ പറ്റൂ. ഏതായാലും അതൊക്കെ വിട്. നീ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എൻ്റെ പഴയ ലച്ചന് വേണേ വേഗം എണീറ്റ് എൻ്റെ പഴയ ലച്ച താഴേക്ക് വന്നോ, മനസ്സിലായല്ലോ? ശരി എൻ്റെ ചേച്ചിക്കുട്ടി, ഞാനിപ്പോൾ വന്നേക്കാം. എന്നാ ശരി, ഞാനേ അപ്പുറം പോയിട്ട് അതിനെ നോക്കട്ടെ. ഇനി അവിടെ എന്തായോ എന്തോ. ശരി ചേച്ചി. ഇതേ മറക്കണ്ട, താഴേക്ക് വന്നേക്കണം കേട്ടല്ലോ. ഞാൻ വന്നോളാം. കുളിച്ചിരിക്കുന്നപ്പോൾ എന്തൊരു സമാധാനം. എക്സാമുകളുടെ പരിപാടി എന്താണ് പറയൂ? ഇവിടുന്ന് നേരെ കിച്ചൺ, ഫുഡ്, താനെ തന്നെ നാനേ ഫുഡ് ഡണ്ട 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 ഡണ്ട. ഹലോ എടുത്തി എടുത്തുനിന്ന് എൻ്റെ റൂമില് ഇതിൽ അത്യാവശ്യത്തിന് വിളിക്കാൻ വന്നതാണോ? അത് എന്നെ ചായ വിളിക്കാൻ വന്നതാ. ഇവിടെ എന്ത് ചെയ്യുക? ഞാൻ ചുമ്മാ പാട്ട് പാടുമായിരുന്നു. പാട്ടോ? ഇതോ? എനിക്ക് വയ്യ. ചേച്ചിരം കേട്ടല്ലേ? വാ ചായ കുടിക്കാം. ശരി വാ. എന്നാ ഇതിനെടുത്ത വാ കുടിക്കാം. എങ്ങനെയുണ്ടെന്ന് കോഫി? സൂപ്പർ കോഫി. ഞാൻ ഇന്ന് ഇങ്ങനത്തെ നല്ല കോഫി കുടിച്ചിട്ടില്ല. തങ്കു എന്നെ കൂടാതെ ഇവിടെ ചായ കുടിയും തുടങ്ങിയ രണ്ടാളും. പിന്നെ ചേച്ചി ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടാ വിളിക്കാൻ ചേച്ചീനെന്ന്. അപ്പോൾ വെച്ചാ പറഞ്ഞേ കുടിച്ചു. എപ്പോ? ഞാനൊന്നുമല്ല. അതെനിക്കറിയാം ചേച്ചി. ഇവക്ക് ഫുഡൊന്നും കണ്ടാൽ നമ്മളൊന്നും ഒരു ഓർമ്മയുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാം നിങ്ങളെ നാത്തനും കൂടി എന്നെ വളഞ്ഞിട്ടാക്രമിക്കാന്ന്. ഞാൻ പോവാ, എനിക്ക് എൻ്റെ ലക്ഷ്യമുണ്ട്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അല്ലപ്പം ഇത്രയും നാൾ ലക്ഷ്യത എവിടെയായിരുന്നു? അതവർക്ക് ഇത്രയും നാൾ ലീവായിരുന്നു. അപ്പോൾ ഇവിടെ സീതമ്മയുടെ വീട്ടിൽ പോയി നിന്നതാ. അതാ കാണാതിരുന്നെ. അത് ശരി. അല്ല ചേച്ചി ലജ്ജനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ടാവല്ലോ. കല്യാണത്തിന് അന്ന് എന്നെ കണ്ടു അദ്ദേഹം. എന്ത് പറയാനാ? അല്ല എന്താ ചേച്ചി വിളിക്കുന്നേ? ഒന്നുമില്ല. ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ലജ്ജനെ കുറിച്ച്. അല്ല ശിവേട്ടനോടെ പോയി? ശിവേട്ടൻ റൂമിലുണ്ട്. ഞാൻ അപ്പുറം പോവാട്ടോ സീതാമ്മയുടെ അടുത്ത്. അവിടെ കാണും. ചേച്ചി ഇന്ന് അവിടുന്ന് ഫുഡ്. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് വരാം. അച്ചേട്ടനും വിച്ചേട്ടനും വന്നിട്ടേ ഞാൻ അങ്ങോട്ടേക്ക് എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. എന്നാൽ ശരിയടാ, ഞാൻ പോയിട്ട് സീതമ്മേനെ കുറച്ച് ഹെൽപ്പും കൂടി ചെയ്തിട്ട് വരാം. എന്നാ. ഹലോ, എനിക്ക് എന്നാ കിടത്തായത്? നീ വന്നോ? ഞാൻ കാണാൻ പോലും കിട്ടുന്നില്ലോടി. കാണാൻ കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണം. അല്ലാതെ ഒത്തിരി മോതിരം കിട്ടുമെന്ന് ഒറ്റ പോക്കും പോയാൽ പിന്നെ കാണാനൊന്നും കിട്ടത്തില്ല. എന്തിന് എൻഗേജ്മെൻറ്റിന് പോലും നിങ്ങൾ എത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ? ബിസിനസ് ഓഫീസ് ഇത് മാത്രമായാലേ എന്നെ കാണാനൊന്നും കിട്ടത്തില്ല. അയ്യോ സോറി എൻ്റെ മേഡം. ഇനിയിപ്പോൾ എന്താ, ഇപ്പോൾ കുറച്ച് നാൾ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, ഇനി പേടിക്കണ്ടല്ലോ. ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാവേ. അയ്യോ എന്നെ ആരും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പറയല്ലേ. എൻ്റെ പൊണ്ടാട്ടിയാവാൻ പോകുന്ന പെണ്ണിനെ പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് ശ്രദ്ധിക്കാനാ? കൂടുതൽ കിടന്നങ്ങ് സൂപ്പിടല്ലേ.
ആ ഇനി അങ്ങനെ പറ, ഞാൻ കുറച്ച് സ്നേഹം കാണിച്ചതാണോ നിനക്ക് സൂപ്പർഡല്ലായിട്ട് തോന്നിയത്? പിന്നെ സ്നേഹം. രാത്രി സീതമ്മയുടെ അവിടുത്തെ ഫുഡ്. അല്ല, അമ്മച്ചനെ വിളിച്ചോ? ആ അമ്മ ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ഞാനിങ്ങനെ ശിവയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ് നമ്മുടെ കാര്യം കൂടി ഇങ്ങനെ അധികം നീട്ടണ്ട, വേഗം നടത്താമെന്നാണ് പറയണേ. ഞാൻ പറഞ്ഞു നിന്നോടും കൂടി ചോദിച്ചിട്ട് നീ ഇപ്പം ഞാനായിട്ട് ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ലല്ലോ. പണ്ടത്തെ കാര്യമൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തനിക്ക് താല്പര്യമുണ്ട് ഇത് വേഗം നടത്തുന്നതായിരിക്കില്ല നല്ലത്. ഞാൻ കുറച്ചൊക്കെ മൂവ് ഓൺ ആയി എന്നുവെച്ചാൽ മൊത്തത്തിലായിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി സമയം വേണം. എന്നുവെച്ച് അച്ചേട്ടൻ്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കൊക്കെ ഏട്ടനോടുകൂടി ഒന്ന് ചോദിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് നടത്താം. ഏതായാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ലേ, ഇനി കല്യാണമല്ലേ. കല്യാണത്തിന് ശേഷം എനിക്ക് കുറച്ച് സമയം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീ എത്ര ആണെങ്കിലും ടൈം എടുത്തോ. പിന്നെ എൻ്റെ ജീവിതം ആലോചിച്ചിട്ടൊന്നും നീ ഓക്കെ പറയണ്ട. നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അച്ചേട്ടാ, എനിക്ക് ഓക്കെയാണ്. പിന്നെ എൻ്റെ വൺ സൈഡ് അറിയാലോ. അത്ര പെട്ടെന്നൊന്നും എനിക്ക് അയാളെ മനസ്സിൽ നിന്നെടുത്ത് കളയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അയാളെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടായിരിക്കാം. മേ ബി എനിക്ക് അയാളെ വിധിച്ചിട്ടുണ്ടാവില്ല. എനിക്കതിന് ഓക്കെയാണ്. ഞാൻ അമ്മയെ വിളിച്ചറിയാം. ഇപ്പോഴേ വേണ്ട, ശിവയുടെ അത് കഴിഞ്ഞിട്ടൊക്കെ മതി. പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ഒന്നിനും. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ ഒരു പക്ഷെ കല്യാണത്തിൻ്റെ ദിവസം ആയാൽ പോലും നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ ഈ കല്യാണം നടക്കത്തില്ല. ശരി ചേട്ടാ, ഞാൻ ഏട്ടൻ്റെ റൂമിലേക്ക് പോവാം. ഏട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. പിന്നെ എനിക്ക് കല്യാണത്തിന് എതിർപ്പൊന്നുമില്ല. ശരി, എന്നാൽ ഞാൻ ശിവനോട് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ അവരുടെ കല്യാണം തിരക്കല്ലേ, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കുക അതിനെക്കുറിച്ച്. ശരി ശരി, ഇനി വായി നോക്കലൊന്നും നടക്കത്തില്ല, മനസ്സിലായോ? ഓ, ഉത്തരവ് പോലെ. അങ്ങനെയാ നിങ്ങൾ കൊള്ളാം. എന്നാ ശരി, ഞാൻ ശിവേട്ടൻ്റെ അടുത്തേക്ക് പോട്ടെ. ചീത്ത ലോകത്ത് പിന്നെ ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്യുന്നത് നിങ്ങളെയാ. ഏട്ടാ ഏട്ടൻ കരുവാണോ? അല്ല മോളെ, ഞാൻ ചുമ്മാ ഓരോന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമായിരുന്നു. ലച്ചിനെ കുറിച്ചാണ് ഒന്നും ചിന്തിച്ചിരിക്കണ്ട. ഞാനതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആൾക്ക് ഓക്കെയാണ്. ശരിക്കും ഓക്കെ. നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഏട്ടൻ ഒരു ചീറ്ററാണെന്ന്? ഒരിക്കലുമില്ല. അവളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഈ പ്രായത്തിൻ്റെയാ. ഏട്ടനത് കാര്യമാക്കി എടുക്കണ്ട. അവളിനിയും എന്നോട് പഴയ പോലെ മിണ്ടിയാൽ മതിയായിരുന്നു. അവൾ നമ്മളെ പഴയ വെച്ച് തന്നെയാണ്. ആളതുപോലെ തന്നെ വേണ്ടുകൊണ്ട് എന്നാൽ ശിവനോടുള്ള പ്രണയം എന്ന വികാരം അത് നശിക്കും. അവൾ ശിവനെ എന്നെ കണ്ട് സ്നേഹിക്കും. തന്നെയാണല്ലോ വേണ്ടതും. ഇനിയിപ്പോൾ പറയിച്ചില്ലേ, അപ്പോൾ അവള് ആ ഇഷ്ടാനസിക്കൊണ്ട് നടക്കാൻ പാടില്ലല്ലോ. ഏതായാലും ശിവേട്ടൻ അതൊക്കെ വിട്. ശരി, നീ എന്തെങ്കിലും പറയാൻ വന്നതാണോ? ഇന്ന് സീതമ്മയുടെ അവിടുന്ന് ഫുഡ്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ അവിടെ പോയി ഇരിക്കാമല്ലോ. പിന്നെ രാത്രി ഉറങ്ങാനാകുമ്പം ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചേട്ടനോട് പറയാൻ ചേട്ടൻ ഏതായാലും നേരം അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ പോയിട്ടില്ലെന്നും പറഞ്ഞ്. അപ്പോൾ ഇപ്പം നമുക്ക് അപ്പുറം പോവാമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. എന്നാൽ ഞാൻ അപ്പുറത്തേക്ക് പോവാം. അവൾ ഓക്കെ ആയി എന്നല്ലേ പറഞ്ഞേ. അവൾ ഓക്കെ ആയതിനു ശേഷം എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ഞാൻ പോയി സംസാരിച്ചിട്ടൊക്കെ വരാം. ഞാനും വരണേ. ഞാൻ ഏതായാലും അച്ചേട്ടനെയും കൂടി വിളിക്കാം. കിച്ചേട്ടനോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതിയല്ലോ. അപ്പം നമുക്കൊന്നിച്ച് എന്നാൽ വന്നാക്കാം നമുക്ക്. എന്നെ തപ്പി റൂമിലേക്ക് വേണ്ട, ഞാനത് പുറത്തു തന്നെയുണ്ട്. എന്നാലും അല്ല, നിങ്ങളെല്ലാം കൂടി ഇത് എങ്ങോട്ട് പോവാ? ഞങ്ങൾ സീതമ്മയുടെ അടുത്തേക്ക് പോവാ. നമുക്ക് അവിടെ ഇരിക്കാം. ശരി, എന്നാൽ നടക്കുക, നമുക്ക് പോവാം.
ആ വാ നിങ്ങൾ വന്നിരിക്കുക. ആ അതെ വെച്ചാ. അല്ല കാത്തയോട് അവള് ലച്ചിലൂടെയാണോ? ആ മോനെ അവള് ലച്ചിലൂടെ മുകളിലുണ്ട്. വന്ന് കയറി അപ്പൊക്കെ തുടങ്ങി കത്തോടി കത്തോടി. എന്താ ഇവന് കാത്തുണ്ടെങ്കിൽ ഇവിടേക്ക് ഇരിക്കാൻ പറ്റൂ? ആ ശരി അങ്കിൾ. അല്ല അധികം നിങ്ങൾ പറഞ്ഞോ? അതെയോ? എൻ്റെ പേര് ആദ്യം കൂട്ടാ പൊട്ടോ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ ശരി. ആ സീതമ്മയും കൂടി വന്നത് നന്നായിട്ട്. എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമില്ല, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ ഏതായാലും വേഗം നടത്താമെന്നാ പറയുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് തീരുമാനിച്ചിട്ട് പറയാൻ പറ്റും. ശിവ നീ ഒന്ന് അപ്പയെ വിളിച്ചൊന്ന് നോക്കി നോക്കിക്കോ. എല്ലാവർക്കും ഓക്കെയാണേ വേഗം നടത്താലോ. ഭൂമിക്ക് ഓക്കെയാണേ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല സീതാമ്മ? ആ മോനെ ഭൂമിക്കൊക്കെയാണേ പിന്നെ വേറെ ഇല്ലല്ലോ. ഭൂമിയല്ലേ ഇതിന് ഉത്തരം പറയണ്ടേ? ആ സീതമ്മേ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ആ എല്ലാവരും ഉണ്ടല്ലോ. എന്താ വലിയ ചർച്ചയാണെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ലടാ. ഭൂമികളുടെ കല്യാണത്തെ കുറിച്ചും പിന്നെ ഇങ്ങനെ ശിവരൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ചയൊക്കെ ആയിരുന്നു. നീ വന്നത് നന്നായി. അതായത് ഭൂമികളുടെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ നിൻ്റെത് നടത്തണം. എൻ്റെ മോൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ലേ വേഗം തന്നെ നോക്കാമല്ലോ ഞങ്ങൾക്ക്. അപ്പം ഒന്ന് വെയിറ്റ് ആക്ക്, കുറച്ചും കൂടി നിൽക്കട്ടെ. ഞാൻ എൻ്റെ പെണ്ണിനെ ഇപ്പം തന്നെ കണ്ടുപിടിക്കും. ഇത് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അച്ചു മോനൊരു തീരുമാനം പറ. ഡേറ്റ് മോൻ പറ. അതാവുമ്പോഴത്തേക്കും നീ നിന്റെ പെണ്ണിനെയും കൊണ്ടുവന്നേക്കണം. രണ്ടാളുടെയും കല്യാണം ഒന്നിച്ച് നടത്താൻ നമുക്ക്. ആ തീയതിക്കുള്ളിൽ നിനക്ക് തന്നെ പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല ഇപ്പം പറയണം. അയ്യോ എൻ്റെ മമ്മി ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ലേ. ശരി ശരി, ഞാൻ ശിവയുടെ കല്യാണം കഴിഞ്ഞു തന്നെ ഞാൻ അറിയിച്ചേക്കാം. അപ്പം ഏതോ ഒരു പെണ്ണ് കയറി കൊടുത്തിട്ടുണ്ടെന്നോ എൻ്റെ ലൈഫിൽ. ഇനി ആ ഭാഗ്യമില്ലാത്ത പെൺകുട്ടി ഏതാണോ എന്തോ. എന്തായാലും മമ്മീനെക്കാളും ഭാഗ്യമുണ്ടെന്നാ കേട്ടെ. പോടാ അവിടെ നിന്ന്. ഏതായാലും അച്ചു ഇതെന്തായാലും ശിവയുടെ കഴിഞ്ഞിട്ടുണ്ടാവോ? അപ്പം നമുക്ക് തീരുമാനിക്കാം. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ശിവയുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാം. പിന്നെ നാളെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? എല്ലാവരും അവധി എടുക്കണം കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്കാം, ആരും ലീവില്ല എന്ന് പറയാൻ നിൽക്കണ്ട, എല്ലാവരും വരണം. പിന്നെ മോളെ ഭൂമി പാറു അവിടെ അടുക്കളയിൽ ഒറ്റയ്ക്കാം. മോളൊന്ന് പോയിക്കോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി സീതാമേ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അല്ല നിങ്ങൾ രണ്ടാളും ഇത്ര പെട്ടെന്ന് നല്ല കൂട്ടായോ? പിന്നെ അല്ലാതെ അമ്മ എന്താ എന്നെ കുറിച്ച് കാര്യത്തിൽ വെച്ചേക്കുന്നേ? ശരിയാണ്, അതും കണ്ട പോലെയല്ല അമ്മേ, നല്ലോണം മിണ്ടുന്നുണ്ട്. ഓഹോ, എന്തൊക്കെ തന്നെയാണ് ഞങ്ങളെത്ര പേരില്ല നിങ്ങളെ സ്നേഹം. പിന്നെ ഇതേ നോക്ക് ഞങ്ങൾ. മതി മതി നിങ്ങളിങ്ങനെ സ്നേഹപ്രകടനം കാണിച്ചു തന്നത്. അത് തന്നെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നാളെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും കീഴ് നിൽക്കണം. നന്നായി. 7 മണിക്ക് പോലും എണീക്കാന്നറിയില്ല. എന്തിനാ ഇത്ര നേരത്തേക്ക് നിൽക്കുന്നേ? 8 മണിയാകുമ്പോൾ പുറപ്പെടും. 8 മണിക്ക് പോയാൽ നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം പർച്ചേസ് ചെയ്ത് എടുത്തിട്ട് നേരാമണം വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ശിവ നീ ഒരു കാർ എടുത്തോ, അബി ഒന്ന് എടുത്തോ. പിന്നെ വേണേ അച്ചു നീയും കൂടി എടുത്തോ. അതാ സമയമാകുമ്പോൾ നോക്കി ചെയ്യാം. അപ്പം ആരും മറക്കണ്ട, നാളെ രാവിലെ കറക്റ്റ് 7 മണിയാകുമ്പോൾ ഈ വീടിൻ്റെ മുമ്പിൽ എല്ലാத்தைയും കണ്ടേക്കണം. ഓക്കെ സെറ്റ്. ഇപ്പോൾ വല്ലതും കഴിക്കാനൊക്കെ നല്ല വിശപ്പുണ്ട് എനിക്ക്. ഓക്കെ എല്ലാം സെറ്റായിരിക്കും. കുളിക്കുന്നൊന്നും ഇല്ലല്ലോ. നീ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. യൂട്യൂബ് മറക്കഴുത പറഞ്ഞത് പിന്നെയും സഹിക്കാം. വിച്ചേട്ടനും കൂടി പറഞ്ഞത് മറക്കില്ല ഞാൻ. സീതമ്മ ഫോട്ടോടാ. ആരാടി എൻ്റെ മരക്കഴുത? ഇനി രണ്ടും കൂടി നിന്ന് അഴക്കൂടാൻ തുടങ്ങണ്ട. നാളെ രാവിലെ പോകാനുള്ളതാണെന്നുള്ള ഓർമ്മ വേണം. വാങ്ങുന്ന ഫുഡ് കഴിക്കാൻ നോക്ക്. കുറച്ചും കൂടി മാറി നിന്ന് സമയം എഴുതാൻ എനിക്ക് കണ്ണ് എഴുതണം. കമ്മലാണ് കിട്ടിയത് നിൽക്കുന്നില്ല. ഒരു മിനിറ്റ് കണ്ണ് പിന്നെ എഴുതാം. ഒരു മിനിറ്റ് എനിക്കിപ്പോൾ എനിക്ക് കമ്മലൊന്നിട്ടേ വേണ്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ നേരമായി കേൾക്കുന്നു. നിങ്ങളിതുവരെ റെഡി ആയില്ലേ? നിങ്ങളോട് നേരത്തെ ചെയ്യാൻ പറഞ്ഞില്ലേ? ഞാൻ ബാക്കി രണ്ടെണ്ണത്തിനെ വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് രണ്ടും കൂടി റെഡി ആയില്ലെങ്കിൽ ഇനി ഞാൻ റെഡിയായി. എന്നെ ഒന്നും പറയണ്ട. നോക്കി ഞാൻ ഭയങ്കര ലുക്കായി. ഞാനും റെഡിയായി കഴിഞ്ഞു. അല്ല നമ്മളെല്ലാവരും റെഡി. എവിടെ കാത്തു?
ആ എന്നത്തെ നടക്കണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും കൂടി പുറത്തേക്ക് വാതിലടക്കാം. എത്ര നേരമായി എല്ലാം കൂടി റെഡി ആവാൻ പോയിട്ട്? അതന്നെ എത്ര നേരമായി? നമുക്ക് ഈ വണ്ടി എടുത്ത് വിട്ടാലോ? നല്ല 7 മണിയാകുമ്പോ കീഴണം. എന്തൊക്കെയായിരുന്നു പറഞ്ഞ പോലെ. ഇത് എത്ര സമയായി? അതാ അവര് വരുന്നുണ്ട്. ഞങ്ങൾ ഒരുപാടൊന്നും ലേറ്റ് ആയില്ലല്ലോ. ഏയ് നിങ്ങൾ തീരെ ലേറ്റ് ആയിട്ടില്ല. ഞാൻ അപ്പഴേ ചേച്ചിയോട് പറഞ്ഞില്ല ലേറ്റ് ആയിട്ടില്ലെന്ന്. ഈ കണ്ണിൻ്റെ ഇവിടെയും കൂടെ ഒന്ന് ശരിയാക്കായിരുന്നു. ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇപ്പൊ വരുന്നുണ്ടേ വണ്ടി വന്ന് കയറും. അയ്യോ പോലെ ഞാനും കൂടെ. എന്നാ നീ ഇവരെയും കൂട്ടി വിട്ടോ, ഞങ്ങൾ ബാക്കിയുള്ളവരെയും കൂടി കൂട്ടിയിട്ട് വന്നേക്കാം. ആ ഓക്കെ ശരിട്ടാ. അവർക്ക് എവിടെ എന്നെ കൂട്ടാതെ പോയോ? അല്ല പിന്നെ അതിന് കുറേ നേരം കാത്തിക്കാൻ വയ്യോ അവർക്ക്. വാ എന്നാ ഞാൻ ഇവിടെ കൂട്ടി പോട്ടെ. എൻ്റെ ബൈക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളങ്ങനെ പോവാം. ആ ഓക്കേടാ. എന്തെങ്കിലും ലൊക്കേഷൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ആ ഓക്കെ ശിവേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വിളിക്കാം. വാ വന്ന് കയറ്. അയ്യോ നീ ആ മുഖം വീർപ്പിച്ച് വെക്കണ്ട. നീ വരാൻ വയതുകൊണ്ട് അവർ നിന്നെ കൂട്ടാതെ പോയത്. ഇനി അത് മുഖവും വീർപ്പിച്ച് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ വേണേ നീ സന്തോഷപ്പെടാൻ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്നെ മുഖമൊന്നും വീർപ്പിച്ച് വെച്ചിട്ടില്ല. എനിക്ക് ആരോടും പിണക്കവും ഇല്ല. എൻ്റെ പെണ്ണ നീ ദേഷ്യപ്പെടുമ്പോൾ കണ്ടാൽ എന്ത് ഭംഗിയാ നിന്നെ. സത്യം പറയാലോ ഇന്ന് സാരി എടുത്ത് നല്ല ഭംഗിയുണ്ട്. ഓ ആയിക്കോട്ടെ, എന്നാരും സോപ്പിടൊന്നും വേണ്ട. അയ്യോ സോപ്പിടാൻ പറഞ്ഞില്ല, ശരിക്കും പറഞ്ഞ. അയ്യോ നനക്കിനും വിളിക്കലൊന്നുമില്ലാത്ത എന്നെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ടേ. ഐസ് നീ അത് ഇതുവരെ വിട്ടില്ലേ? ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ. ആ വിടത്തില്ല, ഇനി മിണ്ടത്തുമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. എന്താ ഞാൻ ഇപ്പൊ ഈ പിണക്ക് മാറ്റാൻ ചെയ്യണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും വേണേ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ വാങ്ങിത്തരും. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ ചേട്ടാ? ഞാൻ പാട്ട് പാടുന്നുണ്ടേ. എന്തോന്ന് പാട്ടായി തീർന്നു മാറ്റിയേ? ഓക്കെ ഒക്കെ ഞാൻ ക്ഷമിക്കും. ഞാൻ എൻ്റെ ഈ ബീറ്റസിന്റെ പാട്ട് മാറ്റിയോ? പൊന്നുമോള് എന്നെ എന്ത് ചെയ്യും? അപ്പൊ നീ ഈ പാട്ട് മാറ്റും അല്ലേ? ആ മാറ്റും. എനിക്ക് ദുർഗാഷ്ടമി ഉണ്ണം കൊണ്ണ് ഓരത്തെ കുളിച്ച് ഊങ്കരങ്ങടന്ന് മതി. ഏതെന്താകോലി ചത്തതാകോലിയോ? അങ്ങനെയല്ല നീ പറയണ്ടേ. നീ പറയേണ്ടത് ലക്ഷ്യം വിളിക്കണം. പിന്നെ എനിക്ക് ഭ്രാന്തില്ലേ? ഈ പാട്ട് മാറ്റി ഞാൻ ഇവിടെ കരഞ്ഞ സമയം ചെയ്യും കണ്ടോ. എന്തേലും ചെയ്യും. ഞാൻ എന്തായാലും പാട്ട് മാറ്റാൻ പോകും. പ്ലീസ് പാട്ട് കേട്ടോട്ടെ. അത് എല്ലാം കറഞ്ഞ കാര്യങ്ങളാണ്. തന്നെ ഒരു ചെയ്താക്കും പാട്ടോ കൂട്ടോ എന്നീ വെച്ചുതരാം. ഇടാതെ അവിടെ ഇരിക്കും. ആദ്യമായിട്ട് ലൊക്കേഷൻ പ്രകാരം റൈറ്റ് സൈഡിലേക്കാണേ. റൈറ്റ് സൈഡിലേക്കോ? ആ റൈറ്റിലേക്ക് വരുമ്പോ വേണേ ഞാൻ ഓടിക്കാട്ടോ. അതൊന്നും വേണ്ട മോനെ, അവൻ തന്നെ അടിച്ചോളൂ. കുറെ ഉണ്ട് ഇനിയും പോവാൻ. ഇല്ലത് വെച്ചത് ഇത് ഇവിടെ തന്നെ. വാ എല്ലാരും ഇറങ്ങിക്കോ. അല്ല എവിടെ നിങ്ങളെ പേരുണ്ടായോ ആദി? ഏട്ടാ വണ്ടി വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ശിവേട്ടാ. അല്ല കാർത്തും വെച്ച് എത്തിയില്ലേ? ഇല്ലല്ലോ ശിവേട്ടാ, ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്, പിന്നെ നിങ്ങളെത്തി. അച്ചു നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ആര് എവിടെ എത്തിയെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ചിലപ്പോൾ വഴി വല്ലതും മാറിപ്പോയെന്ന് അറിയില്ലല്ലോ. ആ ശിവേട്ടാ ഞാൻ വിളിച്ചു നോക്കാം. ആരെ വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്? അത് വിചാരണം കാത്ത് എത്തിയിട്ടില്ല, അപ്പൊ അവരെ വിളിക്കുന്നതിനെ കുറിച്ച് അറിയാം. ഓഹോ അപ്പം അവള് അവൻ്റെ കൂടെയാണല്ലോ വരുന്നത്. ഹലോ ഇച്ചു നിങ്ങളെവിടെയാ? ഞങ്ങളിവിടെ എത്തിയെന്നോ. ശരി നിങ്ങൾ വേഗം വരാൻ നോക്കൂ. ശിവേട്ട അവർ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ശരി എന്നാ അവർ വരുന്നത് നമുക്കിവിടെ കാത്തിക്കാം. പിണക്കൊക്കെ മാറിയോ? ഇനി പോവാം. ഇപ്പൊ തൽക്കാലത്തേക്ക് പിണക്കൊക്കെ മാറി. പോവാ. വന്നെത്ര നേരെ രണ്ടുപേരും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. സംസാരിച്ചോണ്ടിരിക്കണ്ട, വാ നമുക്ക് ഏതായാലും ഷോപ്പിംഗ് തുടങ്ങാം. അവരെ ഇവർക്ക് വേണ്ടത് എടുക്കുക, ഇവിടെ വന്ന് നിൽക്കുക. എല്ലാവരും ഇവിടെ വന്ന് ലാസ്റ്റ് ഇവിടെ നിൽക്കുക, ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും വിട്ടോ? സത്യവേ നമുക്ക് ഡ്രസ്സ് എടുക്കാനാണല്ലോ ടൈം എടുക്കല്. അപ്പൊ ആദ്യം അത് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം.
പിന്നെ എല്ലാവരും സൂക്ഷിക്കണം. പിന്നെ ഒരാളെങ്കിലും ഒന്ന് ചൂട്ടോ. ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. സീതാമ്മേ, എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആ ഓക്കെ, നിങ്ങളെന്ന് അങ്ങോട്ട് കിട്ടും. അന്നത്തെ സീൻ നമുക്കെന്നാ നമ്മുടെ യുദ്ധം തുടങ്ങാം. ആ വാടി വാദാത്തു നിന്നു. നമുക്കെന്നാ അവരോട് പോവാം. സീതാമ്മേ വാ. ആദ്യം നമുക്ക് കല്യാണ സാരി നോക്കാം, എന്നിട്ട് ബാക്കി നോക്കാം കേട്ടോ. സീതാമ്മ എന്നാ അങ്ങോട്ടേക്ക് നടക്കാം. ഹായ് മാം, എന്താ വേണ്ടേ? കല്യാണ ടൈപ്പ് സാരിയില്ലേ? മാം ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ട്രയൽ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് സാരി എടുത്തിട്ട് വരാം. ഈ കുട്ടിക്ക് വേണ്ടിയാ? ഓക്കെ മാം, ഞാൻ കുറച്ച് സാരി എടുത്തിട്ട് വരാം. ഇത് രണ്ടും നമ്മുടെ പുതിയ കളക്ഷനാണ്. പിന്നെ ഈ ഗ്രീൻ ഉണ്ട്, പിന്നെ റെഡ്. മാം നോക്കി നോക്കിക്കോ, ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ഇനി അതിൽ സ്പെസിഫിക് കളറ് നോക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ആ കളക്ഷൻസ് എടുത്തിട്ട് വരാം. നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. അയ്യോ സീതമ്മേ, എനിക്കങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നോക്കിയിട്ട് എടുത്തോ, ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ. വേണേ ശിവനോടും കൂടി അഭിപ്രായം ചോദിച്ചോ. സീതമ്മേ, ശിവേട്ടന് ഇഷ്ടപ്പെട്ട കളറ് പറഞ്ഞാൽ അതിനനുസരിച്ചെടുക്കും. അയ്യോ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും എടുക്കണ്ട. നിനക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതെടുത്താൽ മതി. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു കളറ് ഇഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ നിനക്ക് കട്ടിപ്പച്ച നിറം ചേരുമെന്ന് തോന്നുന്നു. എന്നാൽ നിങ്ങൾ മൂന്നാളും പറ, എനിക്ക് തീന്ന് ഏത് കട്ടിപ്പച്ചയ്ക്കും ചേരുന്നതെന്ന് അതിനനുസരിച്ചെടുക്കാം. അയ്യോ ചേച്ചി, ഞങ്ങളെന്താ പറയാനാ, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞതാടി. എനിക്കിതൊന്നും കണ്ടിട്ട് തിരിയാത്തതുകൊണ്ടല്ലേ. ചേച്ചി ഈ പച്ച നോക്കി നോക്കിയേ, നല്ലല്ലേ? കൊള്ളാം. ഷർട്ട് ആയിട്ട് നോക്കിയേ, നല്ലല്ലേ? കൊള്ളാം. സീതമ്മ ഇത് മതി, ഇത് നല്ലല്ലേ? മോളെ നല്ലുണ്ട്. എന്നാൽ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്ക്. ട്രയൽ ചെയ്തപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ചേച്ചി ഇത് പാക്ക് ചെയ്തോ കേട്ടോ. ഓക്കെ മാം, ഇത് പാക്ക് ചെയ്യാം. ഇനി നിങ്ങളിത് എടുക്കാമല്ലോ. അവരിതെടുക്കാൻ വേണ്ടി അവരങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. മോളുടെ ലഹങ്കയും അതൊക്കെ എടുക്കണ്ടേ? അയ്യോ സീതമ്മ, ലഹങ്ക വേണ്ട, ഇത് തന്നെ. ഇപ്പോൾ ഒരുപാട് പൈസയൊക്കെ തയ്ക്കണം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. മോൾ എൻ്റെ മോള് തന്നെയല്ലേ, പിന്നെന്തിനാ പൈസയൊക്കെ നോക്കുന്നത്? അയ്യോ എന്നാലും ഒരെന്നാലും ഇല്ല കേട്ടോ. ഞങ്ങളതെടുത്ത് കഴിഞ്ഞു. സീതമ്മ, നിങ്ങൾ ഇടത്തേക്ക് കൂട്ടുക. സീതമ്മ എടുക്കുമ്പോഴത്തേക്കും ഞങ്ങളിവിടേക്ക് ഒന്ന് കണ്ടിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം. വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടല്ലോ. അതൊക്കെ ഞങ്ങൾ എത്തിക്കോളാം. അതേ സ്ഥിരം സ്പോട്ടിലേക്കല്ലേ, പിന്നല്ലാതെ നടക്കുക. ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ലല്ലേ? ശരിയാ, എല്ലാ ദിവസത്തെ സംബന്ധിച്ച് എത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല. നിങ്ങൾ ഈ ഹോട്ടലിലേക്കാണോ ഇങ്ങോട്ട് വന്നേ? ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നാൽ എപ്പോഴും ഇവിടെ വന്ന് ചായയും കുടിക്കും. പിന്നെ കുറച്ച് നേരം ഇവിടെ കറങ്ങി നടക്കുകയും ചെയ്യും. അപ്പോൾ സീതമ്മേനൊന്നും വിളിക്കണ്ടേ? അവിടെ നിൽക്ക്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അയ്യോ പിടിക്കുന്നതിനാ. അന്ന് സീതമ്മേനൊന്നും വിളിക്കണ്ടേ, നമ്മുടെ പേഴ്സണൽ ടൈമാ. പേഴ്സണൽ ടൈം മീൻസ് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടി, ഇങ്ങനെ തീരാപ്പാറെ നടന്ന് ചായയും കുടിച്ച് കണ്ടകക്കന്മാരെയും വാങ്ങി നോക്കി മെല്ലെ നടന്ന് അവരെ ഷോപ്പിംഗ് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തും. അത്രേ ഉള്ളൂ. അല്ല, ചെക്കന്മാരെ നോക്കാൻ ഞാൻ നിൽക്കത്തില്ല. ഞാൻ നിങ്ങളുടെ നടക്കാം. വേണേ കൊള്ളാവുന്ന നോക്കിക്കോന്നേ. അയ്യോ അതൊന്നും പാടില്ല. എനിക്ക് തോന്നുന്നില്ല. ബാംഗ്ലൂരൊക്കെയല്ലേ പോയി പഠിച്ചത്. ഇത്ര പാവം എന്തോ തട്ടിപ്പുണ്ട്. അയ്യോ പാവയോണ്ടൊന്നല്ല, ആ ടൈമിൽ തന്നെ എത്ര വള്ളിയുടെ പിടിച്ചേക്കുന്നത്. ഇനിയും തൊടുന്നതെല്ലാം വള്ളിയാവാതിരിക്കാൻ വേണ്ടിയാ. സമാധാനമായി. ഞാൻ നിമിഷത്തേക്ക് പേടിച്ചു പോയി. എൻ്റെ ഇടത്തി ഒരു വൈബില്ലാത്തതാണേ. ഇത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. വൈബല്ലേ, നമുക്ക് സെറ്റാക്കാം. വൈബൊക്കെ പിന്നെ സെറ്റാക്കാം. എനിക്ക് വയറ് കിടന്ന് കഴിയുക, എന്തെങ്കിലും കഴിക്കാൻ പോവാം. വാ, നമുക്ക് എന്തെങ്കിലും ഓർഡർ ആക്കാം. കുറച്ച് ഫുഡ് കഴിച്ചപ്പോൾ എന്താ സമാധാനം. അല്ല, അത് ദേവച്ചനല്ലേ? ശരിയാണല്ലോ, അത് അച്ഛനാണല്ലോ. അപ്പം അവരും ആരും കാണാതെ ഫുഡ് കഴിക്കാൻ വന്നേക്കുക. എല്ലാവരും ഉണ്ട്. അപ്പം അവരെയും നമുക്കിന്ന് കയ്യോടെ പിടിക്കണം. നമ്മളും കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ ബില്ല് കൂടി നിങ്ങൾ കൊടുത്തോട്ടോ.
ആരാ അത്? നിങ്ങൾ കഴിച്ച ഫുഡിൻ്റെ പൈസ ഞാനെന്തിനു കൊടുക്കണം? നിങ്ങളിതിപ്പോൾ വന്നു? ഞങ്ങളിപ്പോൾ ഒന്നും അന്വേഷിക്കാതെ ഫുഡിൻ്റെ പൈസ കൊടുത്തിട്ട് വരാൻ നോക്ക്. സത്യം പറ, നിങ്ങൾ കടയിലുള്ള എല്ലാം കഴിച്ചോ? എത്ര ബില്ല്? അത് പിന്നെ ഞങ്ങൾ ഇത്രയും പേരില്ലേ, പിന്നെ കൂടാത്തിന് നിങ്ങളും കഴിച്ചതിൻ്റെ പൈസയും കൂടി ഉണ്ടല്ലോ. ഞങ്ങൾ 6 ആളും വെറും ചായ കുടിച്ച് അതിൻ്റെ പൈസയാണ് ഇത്രയും. ഞങ്ങൾ ചായയും കുറച്ച് പലഹാരം അത്രേ കഴിച്ചോളൂ. അത് ഈ ബില്ലിൽ കാണാനുണ്ട്. അത് വിട്, സീതാമ്മയുടെ അടുത്തേക്ക് കൊണ്ടേ വാ. നിങ്ങൾ വന്നത് നന്നായി. ഇതാ ഈ പാക്ക് ചെയ്തതൊക്കെ എടുത്ത് കുറച്ച് ഷോപ്പിംഗ് കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിടാം. ഇത് തന്നെ കുറേ ആയല്ലോ. ഇനി എന്തൊക്കെയാ വേണ്ടേ? ഇത് നീ കാറിൽ വെച്ചിട്ടോ. ഇനി ജ്വല്ലറി എടുക്കണം അത്രേ, ഇനി ചെരുപ്പ് എടുക്കണം, അങ്ങനെ കുറച്ച്. നിങ്ങൾ പർച്ചേസ് ചെയ്തോ? ഞങ്ങൾ കാറിലിരിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ എടുത്തു കഴിഞ്ഞല്ലോ. ശിവേട്ടൻ അച്ഛൻ ഇവിടെ നിന്നോട്ടെ. ശരി, എന്നാൽ നിങ്ങൾ 4 പേരും കൂടി കാറിൽ പോയിരുന്നു. നമുക്ക് ജ്വല്ലറി ഷോപ്പിൽ പോവാം. എന്തൊരു സുഖം. ഞാൻ കിടക്കട്ടെ. സത്യം എനിക്കൊന്ന് ഉറക്കം വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വിട്ട് കിടക്കട്ടെ. അയ്യോ, ശിവേട്ടനോട് കിടക്കുന്ന ഞാൻ കണ്ടില്ലായിരുന്നു. അതിനിപ്പോൾ എന്താ? എനിക്ക് നല്ല തലവേദന പോലെ യാത്രയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ ഞാൻ തോന്നുന്നു. ചായ വല്ലതും വേണോ? എന്ന് ഞാൻ ചായ ആക്കിയിട്ട് വരാം. വേണ്ട, ഇതൊന്നും ഇറങ്ങിയപ്പോൾ. അല്ല, നീ എന്താ ഇങ്ങോട്ടേക്കൊന്ന്? അതിന് എല്ലാവരുടെയും റൂമിൽ ഉറങ്ങി. അപ്പം ഞാൻ കിടക്കാന്ന് വിചാരിച്ചു വന്നതാ. സാരില്ല, ശിവൻ്റെ റെസ്റ്റ് എടുക്കും. ഞാൻ അവിടെ താഴെ കിടന്നോളാം. താഴെയൊന്നും കിടക്കണ്ട. നിനക്ക് ഓക്കെ ആണേ നീ ഇവിടെ മുകളിൽ തന്നെ ഒന്ന് കിടന്നു. അയ്യോ, അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും താഴെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നൊക്കെ നിനക്ക് എൻ്റെ കൂടെ ഇവിടെ വന്ന് കിടക്കാം, ഇല്ലേ ഞാൻ പുറത്തേക്ക് കിടന്നോളാം. അയ്യോ, ചേട്ടൻ പുറത്തൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ആഹാ, എന്നെ ഇതുവരെ എണീറ്റില്ലേ? എൻ്റെ കടുത്ത് പാവം നല്ല ക്ഷീണമെന്നും തോന്നുന്നു. തലയൊക്കെ ഒന്ന് നേരാക്കി വെച്ചേക്കും. ഭഗവാനെ, എന്ത് സ്വപ്നം കണ്ടേ.